അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചന്ദ്രികയോട് മഹേഷ് പറയാണ്, നിന്നെയും മലരിനെയും എന്നിൽ നിന്ന് പിരിച്ചു, അതിനെനിക്ക് പകരം ചോദിച്ചേ പറ്റൂ. അതിന് പകരം ചോദിക്കാതെ ഞാനെങ്ങനെ അവനെ വിടും? അതിനൊക്കെ അവൻ അനുഭവിക്കട്ടെ. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തിൽ ഛേ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് മേഘ തൻ്റെ മുറിയിൽ മുടി ചീകി നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അവളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നതാണ്. അത് മനീഷിൻ്റെതായിരുന്നു. അവൾ കോൾ എടുക്കുന്നതിന് മുമ്പേ അവൾ സ്വയം പറയാണ്, ഇപ്പം എന്തിനാ മനീഷ് എന്നെ വിളിക്കുന്നത്? അവൾ ഫോൺ എടുക്കും. ഹലോ. അപ്പോൾ അപ്പുറത്ത് നിന്ന് മനീഷ്, ഹലോ മേഘ, നീ ബിസിയാണോ? അപ്പോൾ തൊല്ലി ദേഷ്യത്തോടെ, അതെ ബിസിയാണ്. ഇപ്പോൾ നീ എന്തിനാ ഫോൺ ചെയ്തേ? ഒന്നുമില്ല, ഇന്ന് വൈകുന്നേരം പ്രിയനെ എൻ്റെ കൂടെ ഒന്ന് വിടുമോ? മേഘ ദേഷ്യം കൊണ്ട് ഇരുന്നിടത്തുനിന്ന് എണീറ്റ് കൊണ്ട് ചോദിക്കുകയാണ്, എന്ത്, പ്രിയനെ നിൻ്റെ കൂടെ വിടണമെന്നോ? എന്തിന്? അപ്പോൾ മനീഷ് പറയാണ്, നീ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ, നമുക്ക് ഫാമിലിയായിട്ട് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാമല്ലോ. അപ്പോൾ അതൊക്കെ കേട്ടതും മേഘക്ക് കലി തുള്ളുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, എന്താ ഫാമിലിയോ? നീ ഇത് നല്ലോണം അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുകയാണല്ലോ. അപ്പോൾ മനീഷ് പറയും, ഞാൻ നിന്നെ അഡ്വാൻറ്റേജ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ഞാൻ പ്രിയയല്ലേ ചോദിച്ചുള്ളൂ. എൻ്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ എന്നാൽ നോക്ക് മനീഷ്, നീ അനാവശ്യമായിട്ട് എൻ്റെ മോളായിട്ട് ഇടപഴകുന്നതും സംസാരിക്കുന്നതും അതൊന്നും ഇനി പറ്റില്ല. അപ്പോൾ മനീഷ് ചോദിക്കും, എന്തുകൊണ്ട് പറ്റില്ല മേഘ? പ്രിയ എൻ്റെ മകളാണ്, എനിക്ക് അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? നീ എന്നോട് കെഞ്ചി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇത്ര നിസ്സാരമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവളൊന്ന് ഞെട്ടും. എന്നിട്ട് അവൾ പറയാണ്, മിണ്ടാതെ ഫോൺ വയ്ക്ക്, ഞാൻ വൈകുന്നേരം അവളെയും കൂട്ടിയിട്ട് വരാം. എന്നിട്ട് അവൾ ഫോൺ വെച്ചതിന് ശേഷം ദേഷ്യത്തിൽ ഛേ എന്നൊക്കെ പറഞ്ഞ് അസ്വസ്ഥപ്പെടുകയാണ്. പിന്നെ കാണിക്കുന്നത് ബോട്ട് ജെട്ടിയിലേക്ക് മഹേഷിൻ്റെ വാഹനം എത്തുന്നതാണ്. വണ്ടിയിൽ നിന്ന് മഹേഷ് മാത്രം ഇറങ്ങും. എന്നിട്ട് കുറച്ചപ്പുറത്ത് 2 പേര് ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് മഹേഷ് നടന്നു വരും. അവരോട് പറയും, മനോഹർ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ശരി എന്ന് പറയും അവർ. എന്നിട്ട് അവർ പറയും, എന്നാൽ നമുക്ക് പോവാം. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് മഹേഷ് വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. വണ്ടിയുടെ ഡോർ തുറക്കും. അപ്പോൾ ചന്ദ്രികയും മലരും ഒന്ന് ഭയപ്പെടും. മഹേഷ് പറയും, ഇറങ്ങ്, നമുക്ക് പോവാം. അപ്പോൾ പേടിയോടെ മലര് കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മേ ഞാൻ വരുന്നില്ല അമ്മേ, എനിക്ക് സിദ്ധുവിനെ കാണണം അമ്മേ, ഇപ്പോൾ കാണണം എനിക്ക്. അപ്പോൾ മഹേഷ് പറയാണ്, നോക്ക് മലർ, സിദ്ധു ജീവനോട് ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കണം, ഇല്ലെങ്കിൽ സിദ്ധുവിനെ അവിടെ കൊല്ലും. അത് കേട്ടതും മലരും ചന്ദ്രയും ആകെ ഒന്ന് പേടിച്ച് പിറക്കും. എന്നിട്ട് മഹേഷ് വീണ്ടും പറയാണ്, സിദ്ധു ജീവനോടെ ഉണ്ടാവണോ അതോ മരിക്കണോ? നീ പറ. അപ്പോൾ ചന്ദ്രിക മലറിനോട് പറയാണ്, മലർ, നീ ഇങ്ങനെ വാശി പിടിക്കണ്ട, നീ വാശി പിടിച്ചാൽ ഇയാൾ സിദ്ധു സാറിന് എന്തെങ്കിലും ചെയ്യും. നീ കരയാതെ എൻ്റെ കൂടെ വാ, നമ്മളെക്കൊണ്ട് അവരുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്നിട്ടും മലർ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ വരുന്നില്ല അമ്മേ. അപ്പോൾ മഹേഷ് മനസ്സിൽ പറയാണ്, സിദ്ധു മരിച്ച വിവരം ഇവരോട് ഇപ്പോൾ പറയണ്ട, അത് ശ്രീലങ്കയിൽ എത്തിയതിന് ശേഷം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് അയാൾ ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക ഇറങ്ങ്, സമയമില്ല. അപ്പോഴും മലര് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയും, ഞാൻ പറഞ്ഞില്ല മോളെ, സിദ്ധു സാറിനൊന്നും സംഭവിക്കാൻ പാടില്ല, നീ വാ, നിനക്ക് അമ്മയില്ലേ കൂടെ. പിന്നെ കാണിക്കുന്നത് പ്രിയയും മേഘയും കൂടി ബീച്ചിലേക്ക് കാറിൽ വരുന്നതാണ്. ബീച്ചിലെത്തിയതും പ്രിയ ചോദിക്കുന്നു, എവിടേക്കാണ് അമ്മേ നമ്മൾ വന്നിരിക്കുന്നത്? അപ്പോൾ മേഘ പറയും, നമ്മൾ ബീച്ച് കാണാൻ വന്നതാണ് മോളെ. അപ്പോൾ പ്രിയ ആകെ സന്തോഷത്തിലാവും. അയ്യോ ബീച്ചിക്കോ, ജാലി ജാലി എന്ന് പറഞ്ഞ് അവൾ ആഹ്ലാദപ്പെടുകയാണ്. അമ്മയോട് സ്നേഹത്തോടെ താങ്ക്സ് പറയും. അവർ 2 പേരും കാറിൽ നിന്ന് ഇറങ്ങും. മേഘ ചോദിക്കും, എങ്ങനെയുണ്ട്? അപ്പോൾ അവൾ പറയും, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. പ്രിയ അമ്മയുടെ കൈ പിടിച്ച് ബീച്ചിൽ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് അവൾ പറയാണ്, അമ്മേ എനിക്ക് കടൽ നല്ല ഇഷ്ടമാണ് അമ്മേ, ഞാൻ ഇതുവരേക്കും സിനിമയിലാണ് കടൽ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കടൽ നേരിട്ട് കാണുന്നത്. അപ്പോൾ മേഘ ചോദിക്കും, അപ്പോൾ നീ ഇതിനു മുമ്പ് കടൽ കണ്ടിട്ടേ ഇല്ലേ? അപ്പോൾ പ്രിയ പറയാണ്, ഇല്ല അമ്മേ, എന്നെ ആരും ഇതുവരേക്കും കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല അമ്മേ. അപ്പോൾ മേഘയ്ക്ക് ആകെ സങ്കടമാകുകയാണ്. അവൾ മനസ്സിൽ പറയാണ്, പാവം, പ്രിയയുടെ ഈ ഒരു ചെറിയ ആഗ്രഹം പോലും എനിക്കിതുവരെ നിറവേറ്റാൻ പറ്റിയിരുന്നില്ലല്ലോ. പ്രിയയാണെങ്കിൽ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി ജാളി ജാളി എന്ന് പറഞ്ഞ് കളിക്കുകയാണ്. മേഘ അത് നോക്കി സന്തോഷിക്കുകയാണ്. അപ്പോൾ പ്രിയ ചോദിക്കും, അമ്മേ
ഞാൻ കടലിൽ പോയി കുളിക്കട്ടെ? വേണ്ട വേണ്ട, നീ കരയിൽ കളിച്ചാൽ മതി. ശരി എന്ന് പറഞ്ഞ് പ്രിയ അവിടെ കളിക്കുകയാണ്. എന്നിട്ട് പ്രിയ കടലിൻ്റെ തിരയുടെ അടുത്തേക്ക് പോകുമ്പോൾ മേഘ ഇവിടുന്ന് പറയും, അധികം അങ്ങോട്ട് പോകരുത്, കരയിൽ മാത്രം കളിച്ചാൽ മതി. അപ്പോൾ പ്രിയ പറയാം, അതെ അമ്മ, ഞാൻ ഇവിടെ കളിക്കുള്ളൂ എന്ന് പറയും. വീണ്ടും അവൾ കടലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്, തിരയുടെ അടുത്തേക്ക് പോവും. പ്രിയ ആഹ്ലാദത്തോടെ ചാടി കളിക്കുന്നത് ഇപ്പുറത്ത് നിന്ന് മേഘ കണ്ട് ആസ്വദിക്കുകയാണ്. അവളുടെ മനസ്സിൽ സന്തോഷമാണ്. പിന്നെ കാണിക്കുന്നത് വാനിൽ നിന്ന് ചന്ദ്രികയും മലരും ഇറങ്ങുകയാണ്. അവർ ബോട്ടിലേക്ക് കയറുകയാണ്. ചന്ദ്രികയും മലരിനെയും കൊണ്ട് ബോട്ട് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് സ്പീഡിൽ പോകുന്ന കാരണം കൊണ്ട് പേടിച്ച് മലര് അമ്മയെ കെട്ടിപ്പിടിച്ച് പറയുകയാണ്, എനിക്ക് പേടിയാവുന്ന അമ്മേ, അമ്മേ നമുക്ക് വീട്ടിൽ പോവാം അമ്മേ. അപ്പോൾ മഹേഷ് പറയും, നോക്ക്, ഇനി മുതൽ ആ മഹേന്ദ്രൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇനി മുതൽ നീ അച്ഛൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെ, മനസ്സിലായോ? അപ്പം മലര് പറയും, ഇല്ല, ഞാൻ നിൻ്റെ കൂടെ വരില്ല. അപ്പോൾ ചന്ദ്രിക പറയണം, മോളെ നീ ഇങ്ങനെ കരയല്ലേ, നിനക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, ഒരുപാട് അങ്ങനെ കരയാൻ പാടില്ല. എന്നിട്ട് മലരിനെ തൻ്റെ മാറോട് ചേർത്ത് അണച്ചിരിക്കുകയാണ് ചന്ദ്രിക അപ്പം അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. അന്ന് സിദ്ധുവിനെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം മഹേഷ് ചന്ദ്രികയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത്, നിൻ്റെ കള്ള കാമുകൻ സിദ്ധാർത്ഥ് ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. സിദ്ധാർത്ഥിനെ മഹേഷ് ചവിട്ടുമ്പോൾ ആ വേദന കൊണ്ട് പുളയുന്ന ശബ്ദം കേൾക്കുന്നതും ഫോണിൽ കേൾക്കുന്നതും അതെല്ലാം അവൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ സിദ്ധാർത്ഥിനെ തട്ടിക്കൊണ്ടുപോയടുത്തുനിന്ന് ചന്ദ്രികയുടെ മുമ്പിൽ വെച്ച് സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ ഞെരുക്കിയതും ഡേ വിട്ര എന്ന് പറഞ്ഞ് ഇവൾ കരയുന്നതും മഹേഷ് പറയാൻ നിർബന്ധിച്ചത് പറഞ്ഞതും ആലോചിക്കുകയാണ്. ഇനി സിദ്ധു സാറിന് ഒരു കഷ്ടവും വരാൻ പാടില്ല, ഞാൻ അയാളെ മറന്നോളാം. അത് പറഞ്ഞത് ആലോചിച്ച് അവൾ പൊട്ടിക്കരയാണ്. പിന്നീട് സിദ്ധുവിനെ തൻ്റെ മോതിരം അണിയിച്ചതും അവൾ ആലോചിക്കും. അതിനിടെ മലര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അമ്മേ നമ്മൾ എങ്ങോട്ടായി പോകുന്നേ, എനിക്ക് പേടിയാവുന്നു അമ്മേ. പേടിക്കേണ്ട മലർ, അമ്മയെ കെട്ടിപ്പിടിച്ചോളൂ. അപ്പോൾ മഹേഷ് ഒരു സിഗരറ്റിന് തീ കൊളുത്തുകയാണ്. ബോട്ട് അതിവേഗം കുതിച്ചു പായുന്നു. അതിനു മുമ്പ് പ്ലീസ് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, എല്ലാവരും ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കണേ. പിന്നെ കാണിക്കുന്നത് പ്രിയ ആഹ്ലാദത്തോടെ കളിച്ച് ഉല്ലസിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് മേഘ. അപ്പോൾ അങ്ങോട്ടേക്ക് കൈ നിറയെ ബലൂണുമായി മനീഷ് വരികയാണ്. മേഘയുടെ അടുത്തെത്തിയതും മനീഷ് വിളിക്കും, ഹായ് മേഘ. എന്നിട്ട് അവൻ മേഘയെ തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് മനീഷ് പറയാണ്, മേഘ നീ ഈ സാരിയിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈർഷ്യയോടെ മേഘ പറയാണ്, നിനക്ക് പ്രിയയോട് സംസാരിക്കണം, ഇടപഴകണം എന്നല്ലേ പറഞ്ഞത്, നീ അവളോട് പോയി ഇടപഴക്, എന്നോട് ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ. അപ്പോൾ മനീഷ് ഓക്കെ എന്ന് പറയും. എന്നിട്ട് പ്രിയ കളിക്കുന്നത് നോക്കി അവനും ആസ്വദിക്കുകയാണ്. എന്നിട്ട് അവന് മേഘയുടെ അടുത്ത് നിന്നും പ്രിയയുടെ അടുത്തേക്ക് വരും. പ്രിയ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എത്തും. എന്നിട്ട് പ്രിയയോട് പറയും, ഹായ്, നിനക്ക് വേണ്ടി ഞാൻ ബലൂണും ബോളും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ അത് കണ്ടതും അവൾ ചാടി കളിച്ച് ജാളി സൂപ്പർ എന്നും പറഞ്ഞ് ചാടി കളിക്കുകയാണ്. മനീഷ് പറയും, ഞാൻ ഓരോരോ ബലൂണായിട്ട് തരാം എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ബലൂണ് കൊടുക്കും. അവളത് കാറ്റിൽ പറത്തും. അത് അവരുടെ ആ പ്രകടനം കണ്ട് മേഘയും സന്തോഷിക്കുന്നുണ്ട്. മനീഷ് ഓരോ ബലൂണും കൊടുക്കും. അവളതെല്ലാം ചാടി കളിച്ച് കാറ്റിൽ പറത്തും. പ്രിയ അതീവ സന്തോഷത്തിലാണ്. എല്ലാ ബലൂണും മനീഷ് അവൾക്ക് കൊടുത്ത് ലാസ്റ്റ് ആ ബോളും അവൾക്ക് കൊടുക്കുകയാണ്. അവൾ അതുമായി കടലിൻ്റെ അടുത്തേക്ക് ഓടും. മനീഷ് എന്നിട്ട് തിരിച്ച് മേഘയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് മനീഷ് മേഘയോട് പറയാണ്, കോടി രൂപ കൊടുത്താലും ഈ പ്രിയയുടെ ഈ ഒരു സന്തോഷം കിട്ടാൻ വലിയ പാടാണ്. എന്ത് സന്തോഷത്തിലാണ് അവൾ എന്ന് നോക്ക്, ഓരോ പേരൻറ്റും ഇതൊക്കെ കാണണം. അപ്പോൾ മേഘ ഒന്ന് ചെറുതായി ഞെട്ടുകയാണ്. എന്നിട്ട് മേഘ പറയും, പ്രിയയെ ഞാൻ സന്തോഷിപ്പിക്കുന്നുണ്ട്, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്നിട്ട് മനീഷ് പറയാണ്, നീ പ്രിയയെ നോക്കുന്നതിൻ്റെ ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. അവൾ പിറന്നത് തൊട്ടേ നീ അവളെ അനാഥാലയത്തിലല്ലേ വളർത്തിയത്. പെറ്റ മകളെ അനാഥാലയത്തിൽ വളർത്തിയ ഒരേ ഒരു അമ്മ നീ മാത്രമായിരിക്കും. മേഘയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മേഘ പറയും, മനീഷ് മൈൻഡ് യുവർ വേർഡ്സ്, എൻ്റെ സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ മനീഷ് പുച്ഛത്തോടെ പറയും, തെറ്റ് ചെയ്യുന്ന എല്ലാവരും പറയുന്ന മറുപടി തന്നെയാണ് നീയും പറഞ്ഞിരിക്കുന്നത്.
അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രിയ ആഹ്ലാദത്തോടെ ഓടി വരികയാണ്. എന്നിട്ട് അമ്മേ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ മേഘ പറ മോളെ, എനിക്ക് ഐസ്ക്രീം വാങ്ങിത്താ. അപ്പോൾ മേഘ പറയും അതൊന്നും ഇവിടുന്ന് വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് പിന്നീട് കഴിക്കാം. പ്ലീസ് അമ്മേ, വാങ്ങിത്താ അമ്മേ. അപ്പോൾ മനീഷ് പറയും കുട്ടി പറയുന്നത് കേട്ടില്ലേ, അപ്പോഴാണോ പറയുന്നത് പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങി കടയിൽ നിന്ന് കഴിക്കാമെന്ന്. എന്നിട്ട് പ്രിയയുടെ തലയിലൊന്ന് കൈവച്ച് കണ്ട് മനീഷ് പറയാണ് മോളെ ഞാൻ പോയി നിനക്ക് ഐസ്ക്രീം വാങ്ങിയിട്ട് വരാം. പ്രിയ ഹാപ്പിയോടെ അതെ എന്ന് പറയും. അപ്പോൾ മനീഷ് അവിടുന്ന് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. മനീഷ് പോകുന്നത് മേഘയും പ്രിയയും നോക്കി നിൽക്കും. കുറച്ച് കഴിഞ്ഞ് അവന് ഐസ്ക്രീമുമായി തിരിച്ചു വരുന്നുണ്ട്. അവൻ വരുന്നത് കാണുമ്പോൾ ഹായ് ഐസ്ക്രീം എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടുകയാണ്. ഒരു ഐസ്ക്രീം അവൾക്ക് പിരിച്ചു കൊടുക്കുകയാണ് മനീഷ്. പ്രിയ അത് വാങ്ങി താങ്ക് യു എന്ന് പറയും. എന്നിട്ട് അവൾ ഐസ്ക്രീമുമായി കടലിൻ്റെ അടുത്തേക്ക് കളിക്കാൻ ഓടുകയാണ്. എന്നിട്ട് മനീഷ് ഒരു ഐസ്ക്രീം എടുത്ത് മേഘയ്ക്ക് കൊടുക്കും. മേഘ പക്ഷേ എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ മനീഷ് പറയും എൻ്റെ മേലുള്ള ദേഷ്യം ഐസ്ക്രീമിൻ്റെ മേലെ കാണിക്കല്ലേ, കഴിക്ക്. അപ്പോൾ അവൾ ഒന്ന് മടിച്ച് അത് വാങ്ങുകയാണ്. അവൾ വാങ്ങിയെങ്കിലും കഴിക്കാതെ നിൽക്കുകയാണ്. അപ്പം മനീഷ് പറയും കഴിക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. മേഘ പിന്നെ ആലോചിക്കാതെ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പുറത്ത് പ്രിയ അത്യാഹ്ലാദത്തോടെ ചാടി കളിക്കുന്നു. മേഘ കഴിക്കാൻ തുടങ്ങിയതും മനീഷ് പറയുന്നു നിൻ്റെ ദേഷ്യമൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങി തന്നാൽ മതിയല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കും. അപ്പോൾ മേഘ പറയാണ് എൻ്റെ വീക്ക്നെസ്സിന് വെച്ച് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് വിചാരിക്കണ്ട, അത് നിന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ പ്രിയ അങ്ങോട്ട് വന്ന് പറയും എനിക്ക് മണൽ കൊണ്ട് വീട് കെട്ടിത്താ അമ്മേ. എന്നാൽ മേഘക്ക് ദേഷ്യം വരും. പ്രിയ ആണെങ്കിൽ കൈ പിടിച്ച് വലിക്കുന്നു. വാ വാ എന്ന് പറയുന്നു. അപ്പോൾ മനീഷ് പറയും അവൾ വിളിക്കുമല്ലേ, നീ അവളെ കൂടെ പോയി കളിക്ക്. അപ്പോൾ മേഘ ശരി വാ എന്ന് പറഞ്ഞ് പ്രിയയുടെ കൂടെ കളിക്കാൻ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ബോട്ട് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മലരും ചന്ദ്രികയും സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു സിഗരറ്റ് വലിച്ച് മഹേഷുമുണ്ട്. അപ്പോൾ മലര് പറയും അമ്മേ എനിക്ക് തല കറങ്ങുന്നു അമ്മേ. അപ്പോൾ മഹേഷ് പറയും നോക്ക്, കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. മലറിന് പക്ഷേ ഛർദ്ദിക്കാൻ വരികയാണ്. അവൾ ഛർദ്ദിക്കും. അപ്പോൾ ചന്ദ്രിക അവളുടെ പുറം ഒഴിഞ്ഞു കൊടുക്കും. മലർ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചന്ദ്രിക അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ മഹേഷ് ഒരു ബോട്ടിൽ വെള്ളം ചന്ദ്രികയുടെ അടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും നീ ആ വെള്ളം അവൾക്ക് കൊടുക്ക് എന്ന് പറയും. ചന്ദ്രിക അത് വാങ്ങി അവൾക്ക് വെള്ളം കൊടുക്കും. എന്നിട്ട് ചന്ദ്രിക പറയും മോള് അമ്മേൻ്റെ മടിയിൽ കയറണോ. മഹേഷ് സിഗരറ്റ് വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചന്ദ്രിക അതൊന്ന് നോക്കും. എന്നിട്ട് മലറിനോട് പറയണേ നിനക്കൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് മനസ്സിൽ പറയുകയാണ് സിദ്ധാർത്ഥിനെ അവിടെ പിടിച്ചു വെച്ചത് കൊണ്ടാണ് ഇവരൊരു പ്രശ്നമില്ലാതെ എൻ്റെ കൂടെ വരുന്നത്, അല്ലെങ്കിൽ ഇവരിപ്പോൾ എന്നെ പിടിച്ച് കടലിൽ തള്ളിയിട്ടുണ്ടാവും. ഇതുവരേക്കാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ്. ബോട്ട് കരക്കടിഞ്ഞു. അവരെല്ലാം ബോട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് മഹേഷ് ഫോൺ ചെയ്യാണ്. ഞാനിവിടെ കരയിലുണ്ട് എന്ന് ആരോടോ ഫോൺ ചെയ്യും. എന്നിട്ട് ചന്ദ്രികയോട് പറയാണ് ഇപ്പോൾ ഒരു കാറ് വരും, അത് വന്നാൽ ഉടനെ നമുക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ ചന്ദ്രിക പറയും ഞങ്ങൾ ഇവിടെ വന്നല്ലോ, ഇനിയെങ്കിലും സിദ്ധുവിനെ വിടാൻ പറഞ്ഞൂടെ. ഇതുവരേക്കുമാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളെ ഒരു പുതിയ എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.